ജോയ് 30 വർഷത്തോടെ പ്രതീക്ഷിക്കാതെ ഈ വിഘ്നഗണപതി രംഗണപതിക്ക് കൊടുക്കുന്ന പോലെ തുടങ്ങിയതാണ്. ഒരുപാട് സന്തോഷമാണ് ഈ ചോദിച്ചു. ഈ ജേർണി എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തുടങ്ങിയതാണ്. അന്നൊന്നും സീരിയസ് അല്ലായിരുന്നു. ആക്ച്വലി ഒരു എന്താണ് ചെയ്തതെന്നൊക്കെ ആയിരിക്കുന്ന സമയത്ത് തുടങ്ങി. സിനിമ എന്ന് കുറേ കാര്യം കഴിഞ്ഞ് നമ്മുടെ ജീവിതമാർഗ്ഗം ഇതാണെന്ന് അറിഞ്ഞു. പക്ഷേ ഇവിടെ സിനിമയെ സീരിയസ് ആയിട്ട് കാണാനും സ്നേഹിക്കാനും കുഴപ്പമില്ലാതെ ഈ വർഷം വരുമ്പോൾ വളരെ സന്തോഷം. ഇങ്ങനെ ഒരു 30 വർഷം കൂടുതലൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഭാഗ്യമായിട്ട്. ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ പോലീസ് സിനിമകളൊക്കെ തന്നെ കുറെ കൂടി പോലീസുകാരുടെ അവരുടെ വർക്കിലെ ചാലഞ്ചസ് അവർ പേഴ്സണൽ ലൈഫും കൂടിയാണ് പറഞ്ഞത്. ഇപ്പോൾ ജോസഫ് ആയാലും ശരി, ശ്രുതികളുടെ കുഞ്ചിലായാലും ശരി, കണ്ണൂർ ഉൾപ്പെടെ അന്വേഷകരിൽ കൂടി നീളുന്ന സിനിമയായിരുന്നു. അപ്പോൾ തലവനിൽ നമ്മളിപ്പോൾ പണ്ടൊക്കെ കണ്ടിട്ടുള്ള ഈ അവനഴക പോലെ ഭയങ്കര റോ ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ്, അവരുടെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കുറെ സീൻസ് ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമയാണോ? അല്ല, ഒരുപാട് സ്ലോ മോഷനും പഞ്ച് ഡയലോഗും ഉള്ള അങ്ങനത്തെ ഒരു പാറ്റേൺ അല്ല. സെമി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആവശ്യത്തിന് ഡ്രാമയുണ്ട്. സാങ്കല്പികമായ ഒരു സ്ഥലത്ത് നടക്കുന്ന, കൃത്യമായ ഈ ഭൂപ്രദേശത്ത് നടക്കുന്നു എന്ന് പറയാതെ ഒരു സാങ്കല്പികമായ സ്ഥലത്ത് നടക്കുന്ന ചേപ്പനം തോട്ട എന്ന് പറയുന്ന, ഞങ്ങൾ സാങ്കല്പികമായ പേരാണ്, അവിടെ നടക്കുന്ന പോലീസ് പ്രൊസീജിയർ ഇൻവെസ്റ്റിഗേഷന്റെ പോലീസ് പ്രൊസീജിയർ സ്റ്റോറിയാണ്. പോലീസിന്റെ ഹൈറാർക്കി വിഷയമായിട്ടുള്ള, പോലീസിലെ ഈഗോ വിഷയമായിട്ടുള്ള, എന്നാൽ ഒരു കൃത്യമായ ഒരു കഥയും അതിനകത്ത് കഥാപാത്രങ്ങൾക്കെല്ലാം കൃത്യമായ ബയോഡാറ്റയും ഒരു കൃത്യമായ അന്വേഷണമുള്ള ഫോർമുലയിലാണ് ഞാനിത് കൺസീവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നോർമലി ഡിസ്ജോയ് എന്ന് പറയുമ്പോൾ മലയാളി പ്രേക്ഷകർക്ക് ഇന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാമിലി എന്റർടൈനിങ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആയിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമകളുള്ള ഒരാളാണ് താങ്കൾ. അപ്പം അതിൽ നിന്ന് മാറി ഒരു ത്രില്ലർ ജോണിലേക്ക് അത് ബ്രേക്ക് ചെയ്യണം എന്ന് കരുതിയിട്ടാണോ അതോ? അങ്ങനെയല്ല, ഡെലിബറേറ്റ്ലി അങ്ങനെ ബ്രേക്ക് ആയതല്ല. എനിക്ക് ഈ ഇന്നലെ വരെ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഈ കഥ 2 റൈറ്റേഴ്സിൻ്റെ അടുത്ത് ഒന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെയധികം ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മളിപ്പോഴും അങ്ങനെയാണ്, നെക്സ്റ്റ് സ്റ്റെപ്പ് ആർട്ടിസ്റ്റിനോട് ഒന്ന് പറഞ്ഞു നോക്കാം, അവർക്കും നമുക്ക് തോന്നി അതേ എക്സൈറ്റ്മെന്റ് തോന്നുമെന്ന്. അങ്ങനെ ഫസ്റ്റ് ആസിഫിനോട് പറഞ്ഞു. ആസിഫിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബിജുവേട്ടൻ ഈ ക്യാരക്ടർ ചെയ്താൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും, പ്രൊഡക്ഷനും ആസിഫിനും എനിക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും ബിജുവേട്ടൻ ആ ക്യാരക്ടർ ചെയ്താൽ വളരെ മനോഹരമായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറയുന്നു, സൺഡേ ഹോളിഡേയിൽ ശ്രീനിവാസൻ സാർ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതേ അളവിലുള്ള കോൺഫിഡൻസ് ആണ് ഈ സിനിമയിൽ ബിജുവേട്ടൻ ഇത് കഥ കേട്ട് ഓക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ബിജുവേട്ടന് ശരിക്കും ഒരു പോലീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. അച്ഛൻ പോലീസായിരുന്നു, പോലീസ് ക്യാമ്പിൽ വളർന്ന ഒരാളാണ്. സോ സെറ്റിൽ എപ്പോഴും ഞങ്ങൾക്ക് എന്തിനും റെഫറൻസ് കൃത്യമായിട്ട് ചോദിക്കാവുന്ന, ഞങ്ങളെ കറക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ബിജുവേട്ടൻ്റെ ഒരു ഹ്യൂജ് ഫാനാണ് ഞാൻ. അറിയാം, ഇപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്തു 30 വർഷമായിട്ട് നമ്മൾ ബിജുവേട്ടനെ കണ്ടോട്ട്. ഇത് ചെറിയ കാര്യമല്ല, 30 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിൽ ഫാഷൻ നഷ്ടപ്പെടാതെ പുതിയ 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 ആർക്കറിയാൻ പോലത്തെ സിനിമകളും, എന്നാൽ ഒരു സൈഡിൽ ഓർഡിനറി പോലത്തെ സിനിമകളും, വെള്ളിമൂങ്ങ പോലത്തെ സിനിമകളും ഇങ്ങനെ ചെയ്ത് നമ്മൾ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു അഭിനേതാവാണ്. രാജ്യം അംഗീകരിച്ചിട്ടുള്ള അഭിനേതാവാണ്. അപ്പോൾ ആസിഫ് സ്ഥിരമായിട്ട് എൻ്റെ കൂട്ടുകെട്ട് ഉള്ളതാണ്. പക്ഷെ വിജയന്മാരുള്ള കൂട്ടുകെട്ട് ആദ്യമായിട്ടായിരുന്നു. അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് എക്സൈറ്റ്മെന്റ് എന്നുള്ള വേർഡ് ഇപ്പോൾ പറഞ്ഞ് ക്ലീഷ ആയിട്ടുണ്ടെങ്കിലും വേറെ വേർഡ് കിട്ടാത്തതുകൊണ്ട് പറയാണ്, അത്രയും ആസ്വദിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു തലവൻ. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലക്കി ചാം എന്നുള്ള വേർഡിനകത്തുള്ള വിശ്വാസത്തിനപ്പുറം ഇതുവരെ ചെയ്ത സിനിമകൾക്കൊക്കെ ആസിഫ് ഫിറ്റ് ആയിരുന്നു കഥാപാത്രം. ഇതുവരെ ചെയ്ത എല്ലാ പടങ്ങളും, ഇപ്പോൾ ഈ സിനിമ ഉൾപ്പെടെ. അപ്പോൾ അത് ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും, 2 പേര് കട്ടയ്ക്ക് പിടിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്.